മതത്തിന്റെ പരിധിയിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ വഴുതി പോകുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് എന്ത് മറുപടി കൊടുത്താലും അവർ അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ ദീനീ പുരോഗതിക്ക് വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും ദീനീ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇവിടെ പ്രധാനമായ 4 രോഗകാരണങ്ങളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തേത് ദേഹേച്ഛയാണ്. ദേഹേച്ഛ, നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം ഓരോന്നിങ്ങനെ ഇച്ഛിച്ചുകൊണ്ടേയിരിക്കും, അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ രോഗം അഹങ്കാരമാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള നിരാശയാണ്. നാലാമത്തേത് അപകർഷതാബോധമാണ്. മനുഷ്യ ശരീരം നൈമിഷികമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇസ്ലാം ഈ ലോകത്ത് വിലക്കിയിട്ടുള്ളതാകുന്നു. മദ്യപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇസ്ലാം ഈ ലോകത്ത് വിലക്കിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹ് ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യഭിചാരം, അത് ഇസ്ലാം വിലക്കിയതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം 2 വഴികളാണ് അവന്റെ മുന്നിലുള്ളത്. ഒന്നാമത്തെ വഴി എന്താ? ഇസ്ലാം വിലക്കിയതിനെ നമ്മളും വിലക്കുക. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ചെയ്തു വരുന്ന പണി അതാ അല്ലേ? കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ യഥേഷ്ടം കള്ള് കിട്ടും. ഒന്ന് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തോന്നിവാസങ്ങൾ മറ്റു പലതും ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ല. എന്താ കാരണം? ഇസ്ലാം വിലക്കിയതിനെ നമ്മളും വിലക്കുന്നു. ഇനി അതിന് തയ്യാറല്ലാത്ത ഒരാൾ, അയാൾക്കുള്ള പരിഹാരം എന്താണ്? അല്ലെങ്കിൽ അയാൾ കാണുന്ന വിഷയം എന്താണ്? എല്ലാം വിലക്കിയ ഇസ്ലാമിനെ വിലക്കുക പ്രശ്നമല്ലല്ലോ. ഒരാൾ പറയാ അല്ല, അള്ളാഹു ഉണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, നമ്മെ പടച്ചവൻ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, നമുക്ക് വായുവും വെള്ളവും നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസമാണല്ലോ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഒരാൾ പറയുന്നു അള്ളാഹു ഇല്ല. അങ്ങനെയാണ് ചില ആളുകൾ പരിശുദ്ധമായ മതത്തിൽ നിന്ന് വിശ്വാസികളെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം അപകടങ്ങളിലൊന്നും എത്തിയിട്ടില്ലായിരിക്കാം. എന്നാലോ നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ, മദ്രസയിൽ 1 മണിക്കൂർ സമയമാണ് അവരെ ഉസ്താദുമാർക്ക് ലഭിക്കുന്നത്. ആ 1 മണിക്കൂർ സമയം കൊണ്ട് ഒത്തിരി വിഷയങ്ങൾ എടുത്തു കൊടുക്കാനുമുണ്ട്. എന്നാൽ മദ്രസ വിട്ട് മറ്റു പല കലാലയങ്ങളിലേക്കും അവർ പോകുമ്പോൾ അവിടെ അവരുടെ കൂട്ടുകാർ ആരെല്ലാമാണ് എന്ന് നമുക്കറിയില്ല. അവരെന്തെല്ലാം ആശയങ്ങളാണ് പഠിച്ചു വച്ചിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ മക്കളാവട്ടെ പലതും നമ്മോട് പറയുകയുമില്ല. മെല്ലെ 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 അരുതായ്മയുടെ വാഹകരായി അവർ മാറുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസി കൊണ്ടറിയേണ്ടവനല്ല, കൊണ്ടറിഞ്ഞ് പാഠം പഠിക്കേണ്ടവനല്ല വിശ്വാസി. നമ്മുടെ മുഖ്യ ശത്രു ശൈത്താനാണ് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ കൂട്ടുകാരന്റെ രൂപത്തിലും വന്നേക്കാം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉമ്മാക്ക് ടോയ്ലറ്റിലേക്ക് പോലും പോകാൻ സമ്മതിക്കൂലല്ലോ. കുട്ടികൾ സമ്മതിക്കില്ല. ഉമ്മ ടോയ്ലറ്റിലേക്ക് പോയാൽ കരയും. എന്നാ പോകാതിരിക്കാൻ പറ്റുമോ?
ഉമ്മാക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഉപ്പാക്ക് ജോലിക്കും പോകാൻ പറ്റില്ല, ഇവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഉപ്പ ഉമ്മ എന്ന ആ ഒരു മാനസികമായ വികാരത്തിന്റെ ഭാഗമായി അവർ ഉപ്പയെയും ഉമ്മയെയും കൂടെ കൊണ്ട് നടക്കുന്നു. പിന്നീട് സ്കൂളിലേക്കും മദ്രസയിലേക്കും ഒക്കെ പോകുമ്പോ ഉസ്താദ്, മാഷ്, ടീച്ചർ എന്ന അവസ്ഥയിലേക്ക് അവരൊക്കെ എത്തുന്നു. ഇന്ന് നമുക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞാലും മക്കൾ എന്ത് പറയും? അല്ല, ഉസ്താദ് ഒരിക്കലും മദ്രസ ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ഒരിക്കലും ലീവാക്കരുത്. കണ്ടോ, ഉപ്പയാ പറയുന്നത് നമുക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട്, ഉമ്മയും പറയുന്നു നമുക്കൊരു വഴിക്ക് നിർബന്ധമായി പോവാനുണ്ട്. പക്ഷെ കുട്ടി എന്ത് പറയുന്നു? ഉസ്താദ് ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാഷ് ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉസ്താദ് ലീവാക്കരുത് എന്ന് പറഞ്ഞത് അവർ മറന്നു, മാഷ് ലീവാക്കരുത് എന്ന് പറഞ്ഞതും മറന്നുപോയി. എന്റെ കൂട്ടുകാരൻ ഇന്നാലിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ചെറുപ്പം മുതൽ ഉപ്പ ഉമ്മ ഉസ്താദ് മാഷ് ടീച്ചർ എന്ന ആ ഒരു വികാരത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ വലുതായി പോകുമ്പോ അത് ചങ്ങാതി അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയോട് കുട്ടി പറയുന്നു, ഉമ്മ എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട്. ആ സമയത്ത് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇടത് കാല് വെച്ച് കയറുക, തിരിച്ചു വരുമ്പോ വലത് കാല് വെച്ച് പുറത്തേക്ക് വരിക. കുട്ടിക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിലും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന ദിക്ർ ഉമ്മ ചൊല്ലിക്കൊടുക്കുക. താമസിയാതെ കുട്ടിയും അത് ഏറ്റു ചെല്ലാൻ തുടങ്ങും. ആഴ്ചകൾ മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ ഉമ്മ ഞാൻ ഉറങ്ങാൻ പോകുകയാണെന്ന് പറയുമ്പോ എന്നാ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന ദിക്ർ. ഇനി അതറിയില്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകൂല. മെല്ലെ 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 പതിയെ പതിയെയാണ് ഇസ്ലാമിൽ നിന്ന് പലരും പുറത്തേക്ക് പോകുന്നത്. പോവാനുള്ള കാരണം നമ്മൾ പറയുകയുണ്ടായി. ഒന്ന് അവരുടെ ചങ്ങാതിമാരാണ്, മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ്. പണ്ടെല്ലാം ഒരാൾ കേട് വരണമെങ്കിൽ പുറത്തേക്ക് പോവേണ്ടിയിരുന്നു, വീട് വിട്ട് പുറത്തേക്ക് പോവേണ്ടിയിരുന്നു. ഇന്ന് അടുക്കളയിൽ ഇരുന്നു കൊണ്ട്, ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് വഴുതിപ്പോകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെ ഈമാൻ, ഖിയാമത്ത് നാളുകളുടെ സന്താന പരമ്പരകളുടെ ഈമാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം.